രജിസ്ട്രേഷൻ ഇപ്പൊ അടുത്ത് ഇവിടെ പറവൂർ മേഖലയിൽ നടക്കുന്നത് ഏപ്രിൽ 2-ന് കവിത ഇവന്റ് ഹബിൽ വെച്ചിട്ടാണ് കെടാമംഗലത്തുള്ളത്. അവിടെ ഈ ഇരുചക്ര വാഹനം വാങ്ങാനുള്ളവർക്കും മെഷീൻ വാങ്ങാനുള്ളവർക്കും ലാപ്ടോപ്പ് വാങ്ങാനുള്ളവർക്കും അവിടെ വന്ന് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതതിന്റെ ഘട്ടങ്ങളാവുമ്പോൾ അതിന്റെ കോൺട്രിബ്യൂഷൻ അടച്ച് ഇതിന്റെ ഗുണഭോക്താക്കളായി മാറാവുന്നതാണ്. ഓരോന്നിനും അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. ലാപ്ടോപ്പിനാണെങ്കിൽ ഹയർ സെക്കൻഡറി മുതലുള്ള വിദ്യാർത്ഥികളായിരിക്കണം ഗുണഭോക്താക്കൾ എന്നുള്ളത് അതിന്റെ ഒരു മാനദണ്ഡമാണ്. പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെ ഡിപ്ലോമ, ITI എല്ലാ കോഴ്സുകളും ബാധകമാണ്. പിന്നെ ഇരുചക്ര വാഹനം വനിതകൾക്ക് മാത്രമാണ്. ലാപ്ടോപ്പിന് വിദ്യാർത്ഥിനികളാണ്. അതില് വനിതാ പുരുഷൻ വ്യത്യാസമില്ല. അതേസമയം ഇരുചക്ര വാഹനം വനിതാ ശാക്തീകരണ പദ്ധതിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് വനിതയ്ക്ക് മാത്രമായിരിക്കും. പ്രായപരിധി ഇല്ല. ലൈസൻസ് ഉണ്ടാകുന്നത് ഉചിതമാണ്. ഇനി അഥവാ ഇല്ല എങ്കിൽ ലൈസൻസ് എടുക്കാനുള്ള ഒരു സാവകാശം അതിനൊരു സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ. വേണമെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഒരു സഹായവും അടുത്ത ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇതില് ഇപ്പോൾ നിലവില് 2 വിഭാഗം ഫണ്ടാണ് അതിൽ വരുന്നത്. ഒന്ന് 1,12,000 രൂപ വരുന്ന വാഹനങ്ങള്, അതിന് പകുതി തുകയായ 56,000-ഉം മറ്റൊന്ന് 1,20,000 രൂപ വരുന്നതിന് 60,000 രൂപയാണ് ഗുണഭോക്തൃ വിഹിതമായിട്ട് വരുന്നത്. അത് വണ്ടിയുടെ പകുതി തുകയും രജിസ്ട്രേഷനും ഇൻഷുറൻസും ടാക്സും ഉൾപ്പെടെയുള്ള തുകയാണ്. അതാണ് അതിന്റെ വിഹിതമായിട്ട് വരുന്നത്. വിദ്യാർത്ഥികളുള്ള ലാപ്ടോപ്പിന് മുഴുവൻ തുക 40,000 അതിന്റെ പകുതി തുക 20,000. ഇപ്പൊ നിലവിൽ ഒരു അതായത് HP-യുടെ i3 ലാപ്ടോപ്പുകളാണ് കൊടുക്കുന്നത്. അതിൽ എല്ലാ സ്പെസിഫിക്കേഷനും കൂടെ വെച്ചിട്ടുള്ള ബ്രോഷർ ആദ്യം ഇറക്കും. എന്നീ ലാപ്ടോപ്പ് ലഭിച്ചു തുടങ്ങുന്നുള്ളത് ഡേറ്റും ആദ്യം തന്നെ ഇടും. എന്നിട്ടാണ് ആളുകളുടെ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുന്നത്. ആ ഡേറ്റിന് കേരളത്തിൽ വിതരണവും ആരംഭിക്കും. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്ന് വിതരണം തുടങ്ങിയിട്ടും പിന്നെ ഈ ജില്ലകളിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 10-15 ദിവസം കൊണ്ടായിരിക്കും അത് പൂർത്തീകരിക്കാം. അതിലൊരു ചെറിയ ഇത് വന്നത് നമ്മളുടെ ഈ 2 വീലറിന് മാത്രമാണ്. കാരണം അത് NGO കോൺഫെഡറേഷൻ മാത്രം കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതില്. അപ്പൊ അവിടെ കിട്ടേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് അതിൽ മാത്രം ഉദ്ദേശിച്ച അല്ലെങ്കിൽ 2 to 3 months എന്നാണ് നമ്മൾ പറയുന്നത്. അതിനേക്കാൾ ഒരു അല്പം കൂടെ പോയത്. പിന്നെ ഫസ്റ്റ് ഫേസ് ആയതുകൊണ്ടും കൂടെയാണ്. അടുത്ത ഫേസിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അത് അനുസരിച്ചാണ് ഇത് മാനേജ് ചെയ്ത് പോവുക. ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയാണ്. സന്നദ്ധ സംഘടനകളെ ഒന്നിച്ചു ചേർത്ത് ഒരു ഫോഴ്സായി മാറ്റിയിരിക്കുന്നതാണ്. ഈ സന്നദ്ധ സംഘടനകൾക്ക് ഇപ്പം കേരളത്തില് ഇതിന് നേതൃത്വം നൽകിയത് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ആണ്. അതിന്റെ ദേശീയ ചെയർമാൻ ശ്രീ KN ആനന്ദകുമാർ സാറാണ് അതിന് മുൻകൈ എടുത്ത് ഇറങ്ങി തിരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കോൺഫെഡറേഷൻ രൂപീകരിക്കപ്പെട്ടു വന്നത്. അതായത് ഏകദേശം ഒരു 2000-ഓളം സംഘടനകൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോ അംഗങ്ങളായിട്ടുണ്ട്. അപ്പൊ ഈ സംഘടനകള് നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസികളായിട്ട് മാറും. അതായത് അവരുടെ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സംഘടനകളായിട്ട് മാറും. അപ്പൊ അങ്ങനെ അവർ അംഗീകരിച്ച സംഘടനകളുടെ പേരുകൾ അവരുടെ സൈറ്റിൽ ഉണ്ടായിരിക്കും. ആ സംഘടനകൾ വഴിയാണ് ഈ പ്രവർത്തനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതില് ഏതെങ്കിലും സർക്കാരുകളുമായിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടോ ഏതെങ്കിലും സാമുദായിക സംഘടനകളുമായിട്ടോ ഒന്നും ബന്ധമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇങ്ങനെ ഫ്ലെക്സ് ആയിട്ട് ഇങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിരുന്നു. അപ്പൊ അത്തരത്തില് ഒരിക്കലും അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ലെന്നാണോ മേഡം പറയുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ബന്ധമില്ല. അത് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കെയർ ഓഫിലല്ല. അതിലേതോ ചാനലുകാരും അങ്ങനെ ഒരു തെറ്റായ ന്യൂസ് കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു യൂട്യൂബൊക്കെ കണ്ടപ്പോ. പക്ഷെ അത് അങ്ങനെയല്ല. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടി അല്ല ഇങ്ങനെ 50% ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കുന്നത്. ഒരു സന്നദ്ധ സംഘടനയാണ് അത് നടപ്പിലാക്കുക. ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഒരു സന്നദ്ധ സംഘടന. അപ്പൊ ഇപ്പം പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ നടത്തുന്ന സന്നദ്ധ സംഘടനകൾ ഉണ്ടാകാം. അപ്പൊ അവര് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ജനം തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്തതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും സാമുദായിക സംഘടനയോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ ഇതിൽ മുതൽ മുടക്കുകയോ. ഇരുചക്ര വാഹനം ഹോണ്ടയുടെ ഉണ്ട്, യമഹയുടെ ഉണ്ട്, TVS-ന്റെ ഉണ്ട്. പിന്നെ ലാപ്ടോപ്പ് HP-യുടെ മാത്രമാണ് നിലവിൽ കൊടുക്കുന്നത്. ഒരുവിധം ടോപ്പ് ബ്രാൻഡ്സ് ആണ് ചെയ്യുന്നത്. ഉഷ കമ്പനിയുടെ ആണ് തയ്യൽ മെഷീനുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തയ്യൽ മെഷീനുകൾ തയ്യൽ തൊഴിലാക്കുകയോ തൊഴിലാക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടുള്ളവർക്കുള്ളതാണ്. അപ്പോ ഏത് പദ്ധതിയും 50%-നാണ് വരിക. ഇത് CSR ഫണ്ട്
ക്രൗഡ് ഫണ്ട്, ബൾക്ക് പർച്ചേസ് റിഡക്ഷൻ, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഈ 50% സബ്സിഡി കൊടുക്കാൻ കഴിയുന്നത്. അത് കിട്ടുന്നതിനെ സ്വരൂപിച്ച് അത് ജനങ്ങൾക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഓൾ കേരളം നോക്കുകയാണെങ്കിൽ ഈ 20,000 മെഷീനും 10,000 ലാപ്ടോപ്പും അതുപോലെ തന്നെ ഏകദേശം 10,000-ഓളം 2 വീലർ എന്നൊക്കെ പറഞ്ഞാൽ അതിന് വരുന്ന ആ ഒരു തുക, അതിന്റെ പകുതി അത് സ്വരൂപിച്ച് അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഭാരവാഹികൾ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച് ഇത് കേരളം മുഴുവൻ എത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ചാപ്റ്ററുകൾ തുടങ്ങിയിട്ടുണ്ട്, ഒത്തിരി സ്റ്റേറ്റുകളിൽ ഇപ്പൊ ആയിട്ടുണ്ട്. അപ്പൊ ഇനി കേരളത്തിലെ ഫോക്കസ് കുറച്ച് കുറയുകയും മറ്റ് സ്റ്റേറ്റുകളിൽ കൂടുകയും. അപ്പൊ ഇത്രയും നാള് കേരളത്തിലാണ് ഫോക്കസ്ഡ് ആയിട്ട് നിന്നത്. ഇവിടെ എറണാകുളം ജില്ലയിൽ ഇപ്പൊ എവിടെയൊക്കെ എറണാകുളം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ സന്നദ്ധ സംഘടനകൾ വഴി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി, അതായത് സൗത്ത് സോണില് കോതമംഗലം, തൃപ്പൂണിത്തറ, പിന്നെ പെരുമ്പാവൂര്, എറണാകുളം, വൈപ്പിൻ, അങ്ങനെയൊക്കെ പല ഭാഗത്തായിട്ടൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം പറവൂര് സ്പോട്ട് വരുന്നത് ഇപ്പോഴാന്ന് മാത്രം. നേരത്തെ ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ നവംബറിൽ, ഈ കഴിഞ്ഞ വർഷം തുടങ്ങിയ പദ്ധതിയാണിത്. ഈ വർഷം ഇപ്പോഴത്തെ പുതിയതോ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് വന്നതൊന്നുമല്ല, നേരത്തെ ഉള്ളതാണ്. കുറെ പേര് അന്നേ ഇതിന്റെ ഗുണഭോക്താക്കളാകാൻ കോൺട്രിബ്യൂഷൻ അടച്ച് വെയിറ്റ് ചെയ്യുന്നവരാണ് ഇപ്പൊ ഇവിടെ വരുന്നത്. ഈ 2-ാം തീയതി ഈ 600 വണ്ടി കൊടുക്കുന്നവര് നേരത്തെ ഇതിന്റെ ഭാഗമായിട്ടുള്ളവരാണ്. അപ്പോ ഈ ഒരു പദ്ധതിക്ക് ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. യാതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ മറ്റ് സാമുദായിക സംഘടനകളായിട്ടോ സർക്കാരുകളോ ആയിട്ടോ ഇതിനിപ്പോൾ ബന്ധമില്ല. ഇത് കമ്പനികളുടെ CSR ആണ് മെയിൻ ആയിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൂഫ് അവരുടെ